പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വിവാഹം അകാരണമായി നീണ്ടുപോകുന്നത്. അതിൽ രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ള കാരണങ്ങളാകാം. ആൺകുട്ടികളെ കൂടുതലായും ബാധിക്കുന്നത് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളാകാനാണ് സാധ്യത. കുടുംബപരമായ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ കുടുംബത്തിനെ എയിം ചെയ്തുകൊണ്ടുള്ള ഷറുകൾ, കുടുംബത്തിൻ്റെ കാര്യസ്ഥം വഹിക്കുന്നതും ഏറ്റെടുക്കുന്നതും പുരുഷന്മാർ ആയതുകൊണ്ട് തന്നെ കുടുംബത്തിലേക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും ഷറുകളും അത് പുരുഷന്മാരെ ബാധിക്കുകയും ചിലപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിക്കൊള്ളണം എന്ന് തന്നെയില്ല, അങ്ങനെ ബാധിക്കുകയും അത് വിവാഹം നീണ്ടുപോകാൻ കാരണമാവുകയും ചെയ്യാറുണ്ട്. അങ്ങനെ പല കേസുകളും വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ആ കുടുംബത്തിൻ്റെ പ്രശ്നം, വീടിനാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ആമായിട്ടാണെങ്കിൽ അങ്ങനെ, അത് തീർത്തതിന് ശേഷം പിന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. സ്ത്രീകളെ സംബന്ധിച്ചാകുമ്പോൾ സ്ത്രീകളുടെ വിവാഹ സംബന്ധമായ കാര്യം ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന തടസ്സങ്ങൾ ആകാനുള്ള സാധ്യത കുറവാണ്. കുടുംബപരമായിട്ടുള്ളതല്ല, വ്യക്തിപരമായിട്ടുള്ളതാകാം. അതിലൊന്ന് പ്രധാനപ്പെട്ടത്, സൗന്ദര്യം ഉള്ള പെണ്ണാണെങ്കിൽ ആ സൗന്ദര്യമുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഏറെക്കുറെ പേര് ആഗ്രഹിക്കുകയും അതിൽ തന്നെ കണ്ണേറും ആഗ്രഹം കുറച്ച് മുറ്റിയ ആളുകളും അതിനെ കുറച്ചുകൂടെ താല്പര്യപ്പെടുകയും ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു സംസാരവും ഒരു മാനസികമായ അടുപ്പവും വിഭ്രാന്തിയുമൊക്കെ കാണിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് തടസ്സമായി മാറാറുണ്ട്. മറ്റൊന്ന് പൈശാചികമായ ഷർറ് തന്നെയാണ്. സാധാരണ കാണുന്ന പോലെ ചില ശൈത്താനിയായ ജിന്നിയായ ഷർറുകൾ സ്ത്രീകളെ ബാധിക്കുമ്പോൾ അത് സ്ത്രീകൾ തന്നെ അറിയാൻ സാധ്യതയുണ്ടാവില്ല. അവരുടെ ഉള്ളിൽ വിവാഹത്തിനോടുള്ള താല്പര്യം കുറയ്ക്കാൻ ഈ ശൈത്താനും പിശാചിനും കഴിയും. അതിൻ്റെ പ്രധാന കാരണം ജിന്ന് സ്ത്രീകളിൽ താല്പര്യമുള്ളവരും അനുരക്തരാകാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ കൂടുതലും ശൈത്താനിയായ ഷർറുകൾ ബാധിക്കുന്നത് അവരെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രമല്ല, മനുഷ്യ സ്ത്രീകളിലെ സൗന്ദര്യാത്മകത മറ്റ് വർഗമാണെങ്കിലും ജിന്നുകൾ ആസ്വദിക്കാറുണ്ട് എന്നതിൻ്റെ തെളിവാണ് സ്ത്രീകളിൽ ജിന്നുകളും പിശാചുക്കളും ആകൃഷ്ടരാകുന്നതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ജിന്ന് മുഖേനയും ശൈത്താൻ മുഖേനയും വിവാഹം സ്ത്രീകൾക്ക് നീണ്ടുപോകാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയും, ചെറിയ തടസ്സങ്ങളൊക്കെ ആണെങ്കിൽ ഇതിലൂടെ മാറിപ്പോകുന്നതാണ്. ഷർറുകൾ മാറ്റിയതിന് ശേഷം ചെയ്താലാണ് പെട്ടെന്ന് ഫലം കാണുക. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ഇവർ രണ്ടുപേരുടെയും പേരിൽ യാസീൻ ഓതുന്ന ഒരു ദൗറാണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഒരു തിങ്കളാഴ്ച ദിവസമാണ് ആരംഭിക്കേണ്ടത്. യാസീൻ ഒരെണ്ണം ഓതുക. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഒരു യാസീൻ പാരായണം ചെയ്യുക. പാരായണം ചെയ്തതിന് ശേഷം സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്ത്, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. സൂറത്ത് തൗബയിലെ അവസാനത്തെ രണ്ടായത്താണ്. അഊദു മാത്രം ഓതി ബിസ്മി ഓതാതെയാണ് അത് ഓതേണ്ടത്. ആ ആയത്ത് ഒരു 21 പ്രാവശ്യം ആ രണ്ടായത്തും പാരായണം ചെയ്യുക. ഇങ്ങനെ 11 ദിവസം ചെയ്യുക. 11 ദിവസം കഴിഞ്ഞാൽ 12ാമത്തെ ദിവസം മുതൽ വീണ്ടും ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഹസൻ ഹുസൈൻ
റളിയല്ലാഹു അൻഹുമ അവരുടെ പേരിൽ ഓരോരുത്തരുടെ പേരിലും ഒരു ഫാത്തിഹ കൂടെ ഓതിയിട്ട് 21 ദിവസം പൂർത്തിയാക്കുക. 21 ദിവസം പൂർത്തിയാക്കിയതിന് ശേഷം 23-ാമത്തെ ദിവസം മുതൽ വീണ്ടും ഇതുപോലെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ യാസീൻ 2 യാസീൻ ഓതിയതിന് ശേഷം, പിന്നെ തൗബയിലെ അവസാനത്തെ 2021 പ്രാവശ്യം ഓതിയതിന് ശേഷം, പിന്നെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരുടെ പേരിൽ പിന്നെ 2 ഫാത്തിഹ ഓതിയതിന് ശേഷം, പിന്നെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, ആ 2 സൂറത്തുകളും 11 പ്രാവശ്യം വീതം ഓതി 41 ദിവസം വരെ അത് കണ്ടിന്യൂ ചെയ്ത് പൂർത്തിയാക്കുക. പൂർത്തിയാക്കിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് വളരെ കുറഞ്ഞ നാളുകൾ വെയിറ്റ് ചെയ്യുക. അള്ളാഹുവിൻ്റെ നിഅമത്ത് തേടിയെത്തുന്നതാണ്. ഒരു മാർഗം മാത്രമാണ് ഇൻഷാ അല്ലാഹ്. മറ്റേത് ബാക്കിയുള്ള 1-2 മാർഗങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് സൗകര്യം പോലെ വോയിസ് ഇടുന്നതാണ് ഇൻഷാ അല്ലാഹ്.